അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മൈൻക്രാഫ്റ്റ് സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 2 സ്വാഗതം. സോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാ അച്ചീവ്മെൻറ്റ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള കോപ്പർ ആർമറിൻ്റെ പണി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഗോള്. പിന്നെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ മാക്സിമം നമുക്ക് എത്ര അയൺ കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത് മാക്സിമം കളക്ട് ചെയ്യുക. എൻ്റെ ഒരു ഗോളെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്റ്റാക്കാണ്. ഒരു സ്റ്റാക്ക് എന്തിനാന്നൊക്കെ ഞാൻ ഗൈസ് പിന്നെ പറയാം. സോ നമ്മൾ വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു ആർമർ ഉണ്ടാക്കുന്നതിലുപരി എനിക്ക് കുറച്ച് ഫാംസിൻ്റെ ഐഡിയാസ് ഉണ്ട് ഈ ഒരു വേൾഡിൽ ഉണ്ടാക്കാനായിട്ട്. സോ ഗൈസ്, അതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഈ ഒരു എപ്പിസോഡ് അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. സോ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. സോ ഞാൻ ഈ ഒരു ഡയറക്ഷനാണ് ഗൈസ് പിക്ക് ചെയ്തെടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നോർത്ത് സൈഡ്. സോ ഗൈസ്, നമുക്ക് ഈ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് തന്നെ പോകാം. ഫസ്റ്റത്തെ നമ്മുടെ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് കണ്ടുപിടിക്കലാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. സോ നമുക്കത് കംപ്ലീറ്റ് ആക്കാം. അതിനിടയ്ക്ക് ഞാൻ ഒരു കേവ് കണ്ട്. ഇവിടെ അയണൊന്നും കാണുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് മുകളിലേക്ക് തന്നെ പോവാം ഗൈസ്. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. സോ ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാനിവിടെ അടുത്തൊന്നും റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് ഒരു വില്ലേജും കണ്ടില്ല. സോ അപ്പം ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോയി നോക്കാമെന്ന് വെച്ച്. പിന്നെ ഗൈസിൻ്റെ മെയിൻ പരിപാടി എല്ലാ എപ്പിസോഡിലെയും പോലെയല്ല. കാരണം ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ മൈൻക്രാഫ്റ്റ് നോർമലായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും ഒരു സ്ഥലം പിക്ക് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ ബേസ് ഉണ്ടാക്കണം. സോ ഇപ്രാവശ്യം ഞാൻ ഒരു വില്ലേജിൻ്റെ അടുത്ത് തന്നെ പണിയാന്ന് വെച്ച്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു കേവ് കണ്ട്. സോ നമുക്കത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ അത് ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നതാണ്. സോ ഗൈസ്, ഇവിടെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. കുറേ ദൂരം ഗൈസ് ഞാൻ വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒന്നും ഒരു വില്ലേജ് കാണുന്നില്ല ഗൈസ്. ഞാൻ നിങ്ങളെ വില്ലേജിൻ്റെ അടുത്തെത്താറാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ കൂടി ദൂരം ഫ്രണ്ടോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ബയോം കാണുന്നത്, നമ്മുടെ ചെറി ബ്ലോസം ബയോം. അപ്പം ഞാൻ ആ ഒരു ബയോം കഴിഞ്ഞിട്ട് ഇച്ചിരിയും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇവിടെ എങ്ങും വില്ലേജ് ഗൈസ്, വില്ലേജ് ഞാൻ വില്ലേജിൻ്റെ റൂഫ് ഉണ്ട്. യെസ്, ഫൈനലി ഗൈസ്, ഇവിടെ ഒരു വില്ലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുറേ ദൂരം ഞാൻ എൻ്റെ ബേസിൽ നിന്ന് നടന്നു. നിങ്ങൾക്ക് എൻ്റെ കോർഡിനേറ്റ്സ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ബേസിൽ നമ്മുടെ ഒരു എല്ലാം 100-ന് താഴെയായിരുന്നു. സോ ഒരു 600 ബ്ലോക്കോളം ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് വില്ലേജ് ഇവിടെ കിട്ടുന്നത്. സോ ഗൈസ്, നമുക്ക് എന്തായാലും വില്ലേജിലേക്ക് നേരെ പോയി ലൂട്ടാം. പിന്നെ കുറച്ച് വില്ലേജിന് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ഞാനിപ്പോൾ വരുന്ന എപ്പിസോഡ് ഈ വില്ലേജ് ബ്രീഡറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാമെന്നായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഗൈസ്, ഇവിടെ കുറച്ച് കൗസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ആ കൗവിനെ കൊല്ലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഒരുപാട് വേണം ഗൈസ്. വീറ്റ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഈ ഒരു വില്ലേജിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഈ വീറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഇവൻ്റെ പണി ഗൈസ്. ഞാനപ്പോൾ അതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. സോ ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ചെസ്റ്റിൽ നമുക്ക് വേണ്ട അധികം ഇല്ല ഗൈസ്. ഓക്കെ, എന്നാലും ഈ ഒരു ബണ്ടിൽ ഇവിടെ ഉണ്ട് ഗൈസ്, അത് നല്ല യൂസ് ആയിരിക്കും. സോ ഞാൻ ബണ്ടിൽ എൻ്റെ ഇൻവെൻറ്ററി വെച്ചേക്കാം. ഓക്കെ, ആ ഒരു വീട്ടിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബെഡിൽ എൻ്റെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നപ്പോൾ വീണ്ടും ഇവിടെ വീറ്റ് കണ്ട് ഗൈസ്. അവനെ എടുക്കുന്ന ഓടാ, അവനെ ഗൈസ് എന്തായാലും ഞാൻ തട്ടിയിട്ടിട്ടുണ്ട്. സോ അവിടെയുള്ള വീറ്റ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ നട്ടേക്കുന്നതൊക്കെ ക്യാരറ്റ് അല്ലേ? അതെ, ക്യാരറ്റാണ് ഗൈസ്. ഇത് നമുക്ക് നല്ല യൂസ് ആകും. ബെഡ് റോക്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ജാവയിൽ നമുക്ക് വില്ലേജ് ബ്രീഡറൊക്കെ ഈ ഒരു ക്യാരറ്റ് വെച്ചുണ്ടാക്കാം. സോ നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്ന അത്രയും ക്യാരറ്റ് കളക്ട് ചെയ്യാം. സോ ഗൈസ്, ഞാൻ ക്യാരറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഗോളം ബായി ഇവിടെ എന്താണ്ട് കിടന്ന് കാണിക്കുന്നുണ്ട്. ഇവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. പൂച്ചേനെ കണ്ടിട്ടാണോ ഗൈസ്? നമുക്ക് എന്തായാലും ഇവനെ അടിച്ചിട്ട് അപ്പുറം വഴി ഓടിച്ചൊന്ന് ഫിനിഷ് ആക്കാം. ഞാൻ കറങ്ങി വരും ഗൈസ്. നമ്മളെന്തായാലും ഇവിടം വരെ വന്നിട്ട് ബ്ലോക്ക് പ്ലേസ് ആവ്. ഓക്കെ ഗൈസ്, ബ്ലോക്ക് പ്ലേസ് ആയില്ല ഞാൻ വെച്ചപ്പോൾ. സോ ഇപ്പുറം വഴി കയറി വന്ന് ഞാൻ 4 ബ്ലോക്കാണ് മുകളിലേക്ക് വെച്ചാൽ.
ഓക്കെ, നമുക്ക് എന്തായാലും ഇവനെ കൊല്ലാം. എന്നിട്ട് കേസ് നമുക്ക് അയൺ ഒപ്പിക്കാം. കുറച്ച് അയൺ നമുക്ക് മതി, കാരണം എനിക്ക് ഷീൽഡിലുള്ളതുണ്ട്. ഒരു ബക്കറ്റ് ഉണ്ടാക്കാനായിട്ടായിരുന്നു. തൽക്കാലം കേസ് ഞാൻ ഈ കിട്ടിയ അയൺ നമുക്ക് കൈ വെക്കാം. സോ കേസ് നമുക്ക് ഇവിടുന്ന് അയണും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെയുള്ള കേവിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് അയണുണ്ട്. സോ ഗൈസ് ഈ ഒരു കേവ് നമുക്ക് എന്തായാലും നമ്മുടെ സെക്കൻഡ് അച്ചീവ്മെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാം. ഞാൻ ഈ ഒരു കേവിൽ നിന്നായിരിക്കും ഒരു സ്റ്റാക്കിന് അടുപ്പിച്ച് അയൺ എടുക്കാൻ പോകുന്നത്. ഗൈസ് നമ്മളിവിടെ സോംബിനെ ഫൈറ്റ് ചെയ്യാണ്. സോ നമ്മുടെ കേവിൽ നിന്ന് സോംബി ഇഷ്ടം പോലെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ അവരെ കൊന്നിട്ടുണ്ട്. ഗൈസ് നമുക്കിവിടെ ലൈറ്റപ്പ് ചെയ്തിട്ട് ഇവിടെയുള്ള അയണും ബാക്കിയുള്ള റിസോഴ്സസും എടുക്കാം. റെഡ് സ്റ്റോണും കോളും കിട്ടിയാൽ അത്ര നല്ലതായിരിക്കും ഗൈസ്. പിന്നെ ഇവിടെ മുകളിലായിട്ട് കുറച്ച് കോളുണ്ട്. സോ നമുക്ക് അതും എടുക്കാം ഗൈസ്. വെളിയിൽ നൈറ്റ് ആവുകയാണ്. സോ എന്തായാലും നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യേണ്ട. സോ നമുക്ക് മൈനിങ്ങിന് പോകാം. ഗൈസ് ഞാൻ ഇവിടെയും കുറച്ച് അയൺ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇരിക്കണ അയൺ എടുക്കാം ഗൈസ്. ഇനി ഞാൻ ഈ ഒരു കേവിങ് പോയിട്ട് ഈ ഒരു ഫുള്ള് വീഡിയോ കണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ ഗൈസ് ഞാൻ നിങ്ങളെ അയൺ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഗൈസ് ഞാൻ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് റെഡ് സ്റ്റോണിൻ്റെ ഒരു വെയിൻ കണ്ടായിരുന്നു. സോ നമുക്ക് റെഡ് സ്റ്റോൺ ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് എയർലി ഗെയിമിൽ നല്ല യൂസുള്ള സംഭവമാണ്. സോ ഞാൻ അതും കുറച്ച് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇരിക്കുന്ന റെഡ് സ്റ്റോൺ നമുക്ക് മൊത്തം എടുക്കാം. പിന്നെ ഗൈസ് എനിക്കിവിടെ അയൺ മൈൻ ചെയ്ത് ഞാൻ 29 അയൺ ആയിട്ടുണ്ട്. സോ ഇവിടെയും കുറച്ച് അയൺ ഇരിപ്പുണ്ട്. സോ അതും ഞാൻ എടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ അയൺ ഉണ്ട് ഈ ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, എൻ്റെ ഫസ്റ്റ് ഡയമണ്ട്. ഞാൻ ആ ഒരു അയൺ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഗൈസ് ഈ ഒരു അടിയിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു ഡയമണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നത്. സോ ഇത് ഒരു ഡയമണ്ട് ഉള്ളതെന്നാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമ്മളെന്തായാലും അയൺ മൈനിങ്ങിന് വന്ന് നമുക്ക് 32 അയൺ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ ഒരു ഡയമണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഗൈസ്, ഒന്നുമില്ലാണ്ടായില്ലല്ലോ. സോ ആ ഒരു ഡയമണ്ട് കണ്ടാൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഗൈസ്. പിന്നെ അതിൻ്റെ ചുറ്റിനും കൂടി മൈൻ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഗൈസ് ചുറ്റിനും മൈൻ ചെയ്തിട്ടൊന്നും കണ്ടില്ല. സോ ഞാൻ വീണ്ടും അയൺ മൈൻ ചെയ്യാനായിട്ട് ഞാൻ പോന്നപ്പോഴാണ് ഒരു കൂട്ടം സോംബീസ് എൻ്റെ മേത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നത്. സോ ഞാൻ ഇച്ചിരി ബ്ലോക്ക് നമ്മൾ പില്ലർ ചെയ്തിട്ട് ഞാൻ അവന്മാരെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായി. സോ ഗൈസ് എൻ്റെ സോഡ് പൊട്ടിപ്പോയത് കൊണ്ട് എൻ്റെ ഈ ബാക്കിയുള്ള കുറച്ച് കോപ്പർ ഇൻഗറ്റ് വെച്ച് സോഡ് ഉണ്ടാക്കാമെന്ന് വെച്ച് എൻ്റെ ആക്സ് ഏകദേശം തീർന്നിരിക്കുകയാണ്. സോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ആ അയൺ മൈൻ ചെയ്യുന്ന ക്ലിപ്പ് കാണിക്കാം. സോ ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾ ബോറായിരിക്കണ്ട. ഓക്കെ ഗൈസ്, കുറേ സമയത്തിന് ശേഷമുള്ള മൈനിങ് എനിക്ക് ഒരു സ്റ്റാക്കായാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ സർഫസിലേക്ക് പോകാനായിട്ട് മുകളിലേക്ക് ഡിഗ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് മുകളിൽ നൈറ്റ് ടൈം ആണെന്ന്. സോ എനിക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു ഹോൾ ഡിഗ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ബെഡ് വെച്ച് സ്ലീപ്പ് ചെയ്യാം. എൻ്റെ ഇൻവെൻട്രി നിറച്ച് ശോകമാണ്. സോ നമുക്ക് അതൊക്കെ മുകളിലെത്തിയിട്ട് റെഡിയാക്കാം ഗൈസ്. സോ ഞാനിവിടെ കിടന്ന് സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഗൈസ്. നമ്മൾ ബെഡും പൊട്ടിച്ച് ഇവിടെ മുകളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് ഈ കേവിൽ നിന്ന് ഇറങ്ങി വന്നത്. സോ എനിക്ക് വില്ലേജ് എവിടെയെന്ന് അറിയാം. സോ ഗൈസ് ഞാൻ ഈ ഒരു ഡയറക്ഷനാണ് നമ്മുടെ വില്ലേജിൽ. സോ ഗൈസ് ഞാൻ നമ്മുടെ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മുടെ കിട്ടിയേക്കണ ഐറ്റംസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻവെൻറ്ററി ഒന്ന് അറേഞ്ച് ചെയ്യാം. സോ ഞാൻ ഈ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ഗൈസ് നമ്മുടെ ഐറ്റംസ് എല്ലാം പ്ലേസ് ചെയ്യാൻ ഇവിടെ 2 ഫർണസ് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ബ്ലാസ്റ്റ് ഫർണസ് ഇച്ചിരി കൂടി സ്പീഡിൽ സ്മെൽറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് പകുതി അയൺ ഇതിനകത്തേക്ക് തന്നെ വെക്കാം. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് എൻ്റെ നോർമൽ ഫർണസിലേക്കും വെക്കാം ഗൈസ്. കാരണം കൂടുതൽ എപ്പോഴും ബ്ലാസ്റ്റ് ഫർണസ് ഇരിക്കുന്നതാണ് നല്ലത്, കാരണം അതിന് നല്ല സ്പീഡ് ഉണ്ടാവും. സോ ഗൈസ് നമ്മുടെ അയൺ എല്ലാം ഇവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. 50 അയൺ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് സ്മെൽറ്റ് ആയത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ആർമർ ഉണ്ടാക്കണ പണി നോക്കാം. സോ ഞാനിവിടെ ഫസ്റ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഹെൽമെറ്റ്. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റ് ഞാൻ അവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ
തേർഡ് എക്യുപ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെഗിൻസ് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഗൈസ് നമുക്കൊരു ബൂട്ട്സ് ക്രാഫ്റ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മുടെ ആർമറിൻ്റെ പണിയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ കോപ്പർ ആർമറിൽ നിന്ന് ഞാൻ ഇപ്പോൾ നമ്മുടെ അയൺ ആർമറിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ ഒന്നും കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. സോ ഗൈസ് എൻ്റെ അയൺ ആർമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ സെക്കൻഡ് ഓഫ് ഓൾ ഗൈസ് നമുക്കൊരു ടൂൾസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പിക്കാക്സാണ് ഉണ്ടാക്കിയത്. സോ സെക്കൻഡായിട്ട് ഒരു ആക്സും സ്വോർഡും, പിന്നെ ഗൈസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടൊരു ഷവലും വേണോ? ഇല്ല, ഇരിക്കട്ടെ ഗൈസ്. ഷവലും കൂടി ആകുമ്പോഴത്തേ ഗൈസ് നമ്മുടെ കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. സോ ഗൈസ് ഞാൻ ബാക്കിയുള്ള അയൺ എൻ്റെ ഇൻവെൻറ്ററി വെച്ചേക്കാം, നമുക്ക് ലേറ്റർ അത് ഉപകാരമൊക്കെ ഇടും. സോ ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കും ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഷീൽഡ് കേവിങ്ങിന് പോയപ്പോൾ അത്യാവശ്യം എൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞിട്ടുണ്ടായി. സോ ഞാൻ ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. എല്ലാ ടൂൾസും ആർമറും നമ്മൾ കേവിങ്ങിന് പോയിട്ട് ഗൈസ് നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ 2 ഗോൾസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഗോള് എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കലായിരുന്നു. സോ നമ്മൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മുടെ മെയിൻ ഗോള് ഒരു സ്റ്റാക്ക് അയൺ ഒപ്പിക്കുക എന്നാണ്. സോ ഗൈസ് ഞാൻ ഒരു സ്റ്റാക്കും ബാക്കി 4 അയണുമാണ് കണ്ടുപിടിച്ചത്. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ തന്നെയുള്ളൂ. സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ അടുത്തൊരു വില്ലേജ് അപ്ഗ്രേഡർ ഉണ്ടാക്കാനാണ് പ്ലാൻ. സോ ഗൈസ് ആ ഒരു എപ്പിസോഡ് വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.